ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചാള ക്ലീൻ ചെയ്യുന്നത്, നത്തൽ, മാന്തൽ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്ന് ചെയ്യാവോ എന്ന്. അപ്പോൾ നമ്മൾ ഞണ്ടും ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത വീഡിയോ, കക്കയിറച്ചിയൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്നാൽ ആ കമൻറ്റിനുള്ള മറുപടി ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ശരത് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കുറേ രീതിയിൽ ഞാനിവിടെ മത്തി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കാനും അതുപോലെ ക്ലീനായി കിട്ടുന്നതെന്ന് തോന്നി കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് കത്തി മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ ചാള ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ ആ മത്തിയുടെ വാലുവശം താഴോട്ട് പിടിച്ചിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ആ ചെതുമ്പിലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ ഈ സൈഡ് വഴിയിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഈ കത്തി വെച്ചിട്ട് തന്നെ, കത്തിക്ക് ഇച്ചിരി മുറിച്ചുകൊണ്ടാവണം കേട്ടോ, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ ചാള നല്ല ഫ്രഷ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് വാലും അതുപോലെ സൈഡ് വരുന്ന ആ സാധനങ്ങളൊക്കെ കളഞ്ഞ് കത്തി വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇനി അതിൻ്റെ തലവശം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ തലയും ആ ഒരു സ്കിന്നും ചേരുന്ന ആ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ തലയുടെ ആ ഫ്രണ്ട് വശം കട്ട് ചെയ്താൽ തന്നെ ബാക്കി ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ. ബാക്കിയൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ. അപ്പോൾ തല ഇതുപോലെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകംവശമൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മുള്ളില്ലേ, ഇങ്ങനെ നമുക്കിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു മുള്ള്, അതൊക്കെ നമുക്കിതുപോലെ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നാമത്തെ രീതി ഇതാണ്, കത്തി മാത്രം ഉപയോഗിച്ചിട്ട് ചാള ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ തലവശം നമുക്ക് വേണേൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കളയാട്ടോ. ഇപ്പോൾ വലിയ ചാള ആയതുകൊണ്ട് തല വറുത്താലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിതുപോലെ അതിൻ്റെ മുകളിലത്തെ ആ ഒരു എന്ന് പറയുന്നത് ആ ഒരു പോർഷനില്ലേ, അത് കളഞ്ഞിട്ട് ബാക്കി ഇത് മാത്രമായിട്ട് അതിൻ്റെ വയറും എല്ലാം ഒന്ന് വലിച്ച് എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് മാത്രമായിട്ട് വറുക്കാനായിട്ട് വെക്കാട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ കപ്പയിലൊക്കെ ഇട്ട് പുഴുങ്ങും, പിന്നെ കായലൊക്കെ പച്ചക്കായലൊക്കെ ഇട്ട് പുഴുങ്ങാറുണ്ട്, പിന്നെ ചക്കക്കുരുവിലിട്ട് പുഴുങ്ങാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പണ്ട് അച്ചമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അടുത്ത രീതി, രണ്ടാമത്തെ രീതി, നമുക്ക് കത്രിക മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന്. കുറച്ചുകൂടി എളുപ്പമാണല്ലോ. ഇതിൻ്റെ സൈഡ് വശത്തുള്ള ആ ഒരു മുള്ളുകളൊക്കെ കളയാൻ പെട്ടെന്ന് നമുക്ക് കത്രിക കൊണ്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ മീൻ വെട്ടാനെടുക്കുന്ന കത്രികയാണ് കേട്ടോ. നമ്മൾ മീൻ വെട്ടുന്ന കത്രിക വാങ്ങിച്ചിട്ട് അത്ര ഒരു സുഖമില്ല, അതുകൊണ്ട് ഇതുപോലത്തെ കത്രിക ഒരെണ്ണം വാങ്ങിച്ച് ഇത് വെച്ചിട്ട് ഇതിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് നമുക്ക് ചെതുമ്പിലൊക്കെ എളുപ്പമായിട്ട് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിലും കുഴപ്പമില്ല, മറ്റതുപോലെ പിടിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല. നമ്മൾ കത്തി വെച്ച് ചെയ്യുന്ന പോലെ തന്നെ അതേ രീതിയിൽ തന്നെ പിടിച്ചിട്ട് നമുക്ക് മുകളിലോട്ട് ചെതുമ്പിലൊക്കെ ഇതുപോലെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായി ചെയ്യുക. അതുകൂടാതെ തന്നെ നമുക്ക് വയറിൻ്റെ വയറിൻ്റെ അടിവശത്ത് നിന്ന് നമുക്ക് മുകളിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് തല കൂടി അടക്കം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കണ്ണിൻ്റെ മോൾ പോർഷൻ വരെ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഇതുവരെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വയറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചില ഹോട്ടലുകളും ചില വീടുകളിലൊക്കെ ഇതുപോലെ തലയടക്കമാണ് മീൻ എടുക്കാറ് കേട്ടോ. അതുപോലെ നമുക്ക് വെട്ടിത്തരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു രീതിയിലും വെട്ടിത്തരുന്ന കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള രീതി എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് മീനൊക്കെ വെട്ടിയെടുക്കാം. ചില ആൾക്കാർക്ക് തലയൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ വയറുവശമൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ ഇതുപോലെ തന്നെ ആ മുള്ളുകളൊക്കെ ഒന്ന് നമുക്ക് കത്രിക വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് കത്രിക തന്നെയാണ് എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം കത്രിക വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്താൽ നല്ല നീറ്റായിരിക്കും, കാണാനും നല്ല വൃത്തി ഉണ്ടാവും മീൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു വെറൈറ്റി രീതിയാണ് കേട്ടോ. നമുക്ക് ഈ ചെതുമ്പലൊക്കെ ഇങ്ങനെ എവിടെയും പറന്നു പോവാതെ നമ്മൾ ആ വാഷ് ബേസിൻ്റെ എവിടെയും ഇവിടെയൊക്കെ നമ്മൾ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ചെതുമ്പൽ നമ്മൾ പോകുമ്പോൾ എന്തായാലും തെറിക്കുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു കുപ്പിയുടെ പിറക് വശം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നേരത്തെ പിടിച്ച അതേ കൂട്ട് തന്നെ മീൻ പിടിക്കുക. എന്നിട്ട് പിറക് വശന്ന് വാലിന്ന് മുകളിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ആ ഒരു കുപ്പിയുടെ ഒരു പീസില്ലേ, അത് വെച്ചിട്ട് നമുക്കിങ്ങനെ മുകളിലേക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചെതുമ്പലൊന്നും പുറത്തോട്ട് പോവാതെ ആ കുപ്പിയുടെ ആ ഉൾവശത്ത് തന്നെ നിൽക്കും. അപ്പം ഇതൊരു എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, അത്രയും ഒരു ചെയ്യാനൊരു മടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതേ സാധാരണ കൂട്ട് തന്നെ നമ്മൾ അതിൻ്റെ വയറൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബാക്കിയൊക്കെ ചെയ്തത്. കട്ട് ചെയ്ത് അതിൻ്റെ വയറൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. പിന്നെ ഈ ഒരു സാധനം മുള്ളത്തെ ഇത് മാത്രം എടുത്ത് കളയുക. പിന്നെ ഈ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആ മീനിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് നമുക്ക് വറുക്കാനൊക്കെ ചില ഹോട്ടലുകളൊക്കെ ഇങ്ങനെ കിട്ടാറില്ലേ. അപ്പോൾ ഇത് കൂട്ട് തന്നെ വറുക്കാനാക്കി എടുക്കാം. അപ്പോൾ ഇനി അടുത്തൊരു രീതി,
കത്തിയും കത്രികയും രണ്ടും കൂടെ ചേർത്തിട്ട് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഞാൻ സാധാരണ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. എനിക്കിതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെതുമ്പൽ കളയാനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കത്തി വെച്ച് ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു എന്നുള്ളത് കത്രിക ഉപയോഗിച്ച് ബാക്കിയുള്ള സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വയറൊക്കെ ഇതുപോലെ തന്നെ എല്ലാം സെയിം തന്നെ അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടുത്തൊരു രീതി, നമ്മൾ ഈ സ്ക്രബ്ബറില്ലേ, പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബർ, അത് വെച്ചിട്ട് അതിൻ്റെ കുഞ്ഞൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചെതുമ്പലൊക്കെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. പക്ഷേ ഇത് കുറച്ച് ഹാർഡായ കരിമീനോ അല്ലെങ്കിൽ കിളിമീനോ അതുപോലെ ഹാർഡായ ചെതുമ്പലുണ്ടാവില്ലേ, അങ്ങനത്തെ ഫിഷിനാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. ചാളയൊക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ച് ഷാർപ്നെസ് ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ പോവും. അതുകൊണ്ട് ഇതിലും ഏറ്റവും നല്ലത് എനിക്ക് ഇച്ചിരി ചെതുമ്പൽ കട്ടിയുള്ള മീനിനെ അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ അടുത്തൊരു രീതിയാണ്, നമുക്ക് ഈ ഒരു പീലർ ഉണ്ടല്ലോ, ഈ ഒരു പീലർ വെച്ചിട്ട് അധികം മൂർച്ചയില്ലാത്ത പീലറായിരിക്കണം കേട്ടോ. നല്ല ഷാർപ്പായ പീലറാണെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് പോവും. അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെതുമ്പിൽ കളയാൻ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഈ ഒരു പീലർ. പിന്നെ നമ്മൾ സാധാരണ കൂട്ട് തന്നെ വയറൊക്കെ എടുത്ത് കളയുക. പിന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിലത്തെ ആ സാധനം നേരത്തെ നമ്മൾ പുറമേ ആണല്ലോ മാറ്റിയത്, ഇതിപ്പോൾ ഉൾവശം മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് വറുക്കാനൊക്കെ ഈ ഒരു രീതിയിൽ എടുക്കാം. ഇനി വേറൊരു രീതി കൂടെ കാണിച്ചു തരാം. നമ്മൾ ഡിഫറെൻ്റ് ആയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് മാങ്ങയിട്ട് കറി വയ്ക്കാനും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇതുപോലെയാണല്ലോ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കൂട്ടാണ് തേങ്ങ അരച്ച് കറി വെക്കാനൊക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ചെറുതാണെങ്കിൽ ഒരു 3 കഷ്ണം അല്ലെങ്കിൽ ഒരു 2 കഷ്ണമൊക്കെ ആയിട്ടാണ് എടുക്കാറ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വാലുവശം മിക്ക ആൾക്കാരും കഴിക്കലുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ടിംഗ് ബോർഡിൽ, അതായത് ഇപ്പം മീനൊക്കെ വെട്ടി തുടങ്ങിയ ആൾക്കാരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡിൽ കത്തി നമ്മളെ കയ്യിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. കട്ടിംഗ് ബോർഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെതുമ്പലൊക്കെ കളഞ്ഞെടുക്കാം. പിന്നെ അതിൻ്റെ സൈഡ് വശമൊക്കെ ഇതുപോലെ തന്നെ കത്തി വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാം. പിന്നെ ഇതേ തലവശമൊക്കെ നമുക്ക് കൈ പിടിച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും കംഫർട്ടബിൾ ഈ ഒരു രീതിയിലാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം. അതിൻ്റെ വയറൊക്കെ സെയിം അതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ആ ഒരു മുള്ളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡിൽ നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലും കൂടെ ചെയ്യാം കേട്ടോ. നമ്മൾ സെയിം ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കൈവച്ച് ചെയ്തത് പകരം കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 7 രീതിയിലൊക്കെ കട്ട് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്, പല ടൂൾസ് ഉപയോഗിച്ചിട്ട്. അതുപോലെ ഡിഫറെൻ്റ് ആയ രീതിയിൽ നമുക്ക് കറി വയ്ക്കാനും വറുക്കാനും മുളകിടാനും അങ്ങനെ ഡിഫറെൻ്റ് ആയ രീതിയിൽ ഇതിൽ 7 രീതി തന്നെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേതാണ് കംഫർട്ടബിൾ ആയതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഏത് രീതിയിലാണ് കട്ട് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇതൊന്നും ആർക്കും അറിയാത്തതല്ല, പക്ഷേ നമ്മൾ കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്നതും മീനൊക്കെ വെട്ടിത്തുടങ്ങുന്നതും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.